എങ്ങോട്ടാണ് പോകുന്നത്? വിശന്നിട്ട് വയ്യ. ഞാൻ എന്തെങ്കിലും കഴിക്കാമെങ്കിൽ തോന്നു നോക്കട്ടെ. ടിങ്കു, ഞാനും വരുന്നുണ്ട്. നമുക്ക് വയലിലേക്ക് പോയാലോ? അവര് കപ്പ പറിച്ചിട്ടുണ്ടെന്ന് ചുണ്ടൻ പറഞ്ഞ്. അവിടെ നിന്ന് എന്തായാലും നമുക്ക് കപ്പ വിട്ടും അങ്ങോട്ട് പോകാം. ഞാനോ വയ്യ അങ്ങോട്ട്, അത് വളരെ ദൂരമുണ്ട്. ഞാനേ ആ വീട്ടിനുള്ളിൽ കേറാൻ പോവുകയാണ്. അവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും, അതെടുക്കാം. അയ്യോ, മോഷ്ടിക്കാലോ? വേണ്ട ടിങ്കു, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ നമ്മള് തല്ലിക്കൊല്ലും. അയ്യേ, പേടുത്തണ്ടാ. ഞാൻ എന്നും അവിടുന്ന് എടുത്തു കഴിച്ചാറ്. ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. നിനക്ക് പേടിയാണെങ്കി നീ വരണ്ട കേട്ടാ. ഞാനില്ല, എനിക്ക് പേടിയാ. പിന്നെ ടിങ്കു എല്ലാ ദിവസവും ഒരുപോലെ ആവില്ല. എന്നെങ്കിലും ഒരു ദിവസം നീ പിടിക്കപ്പെടും. പിന്നെ വിഷമിച്ചിട്ട് കാര്യം ഉണ്ടാവില്ലാട്ടോ. ഓ ശരി, എന്റെ ഉപദേശത്തിന് നന്ദി. പേടുത്തണ്ടേ. മിങ്കു, നീ പോയിട്ടെന്തെങ്കിലും കിട്ടിയോ? ആ കുറച്ച് കപ്പ കിട്ടി. നീ എന്തെങ്കിലും കഴിച്ചോ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ കൂടെ വരാൻ. നീ ഇത് നോക്ക്. തേങ്ങയോ? ഇത് ഞാൻ അവിടെ നിന്ന് എടുത്തതാ. നാളെ ആണേ നീയും പോടെ. അവിടെ തേങ്ങയും കപ്പലണ്ടിയും എല്ലാം ഉണ്ടാകും. ആരും കാണാതെ നമുക്ക് പോയി അത് എടുക്കാം. വേണ്ട ടിങ്കു, ഞാനില്ല. താനീ ചുമ്മാ ഇങ്ങനെ പേടിക്കല്ലേ, പേടി തൊണ്ടൻ കുട്ടപ്പൻ. നാളെ നീയുമാ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ സാധനങ്ങൾ എടുക്കാന്ന്. ഇവര് വെച്ചിരുന്ന നാളികേരമുറി കാണാനില്ലല്ലോ. ഈ കള്ള എലിയെ കൊണ്ട് തോറ്റു. എന്താ അവിടെ പ്രശ്നം? അതെ, നമ്മുടെ വീട്ടിൽ ഏതോ കള്ളൻ വരുന്നുണ്ട്. കള്ളനോ? അടുക്കളയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്ന കള്ളൻ. ഓ, എലിയാണോ? അതെ, ഞാൻ കുറച്ചു ദിവസം മുമ്പ് കണ്ടു ഒരു കുഞ്ഞൻ എലി ഇവിടെ നിന്നും ഓടിപ്പോകുന്നത്. ശരി, ഞാൻ ഇന്ന് കടയിൽ പോകുമ്പോൾ ഒരു എലിപ്പെട്ടി വാങ്ങിക്കൊണ്ടുവരാം. ശരി, ഇന്ന് നമുക്ക് അവനെ പിടിക്കണം. അയ്യോ ടിങ്കു, എനിക്ക് പേടിയാവുന്നു. ഒരു പ്രശ്നവും ഇല്ല, നീ കൂടെ വാ. ഇല്ല, വേണ്ട, ഞാൻ വരുന്നില്ല. നീ പോയി വാ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും പതുങ്ങി നിക്കാം. ഇവിടെ പൂച്ച ഒന്നും ഇല്ലല്ലോ, അല്ലേ? ഇല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാ ശരി, നീ ഇവിടെ പേടി തൊണ്ടനായി ഒളിച്ചു നിക്ക്. ഞാൻ പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാം. വേഗം വരണേ ടിങ്കു. ഞാൻ പെട്ടെന്ന് തന്നെ വരും. കാരണം ആരെങ്കിലും കണ്ടാലേ എന്നെ അടിച്ചു ചമ്മന്തിയാക്കും. ശരി, ഞാൻ പോയിട്ട് വേഗം വരാം. ഹായ്, ആ കൂടിനകത്തൊരു മീനിരിപ്പുണ്ടല്ലോ, അത് തന്നെ എടുക്കാം. അയ്യോ, ഇതിനുള്ളിൽ കുടുങ്ങിയല്ലോ. മിങ്കു പറഞ്ഞ പോലെ തന്നെ ആയല്ലോ. ദൈവമേ, ഇനി എന്ത് ചെയ്യാ? ഇവിടത്തെ ആളുകൾ വന്നാൽ അവരെന്നെ തല്ലിക്കൊല്ലും. ഇത് തുറക്കാനും പറ്റുന്നില്ലല്ലോ. അയ്യോ അമ്മേ, രക്ഷിക്കണേ. മിങ്കു, മിങ്കു, ഓടിവാ, എന്നെ രക്ഷിക്കൂ മിങ്കു. അയ്യോ, ടിങ്കുവിന്റെ നിലവിളിയാണല്ലോ കേൾക്കുന്നത്. ആരെങ്കിലും അവനെ പിടിച്ചോ? ഇനി എന്ത് ചെയ്യാ? പോയി നോക്ക. ഇതെവിടെയാ നീ? മിങ്കു, എന്നെ രക്ഷപ്പെടുത്ത്. ഞാൻ ഇതിനകത്ത് കുടുങ്ങി. അയ്യോ, ഇതിനകത്ത് നീ എങ്ങനെ കുടുങ്ങി? ഞാൻ ഈ മീൻ കണ്ടപ്പോ ഇതിനകത്ത് കേറിയതാ. പക്ഷെ ഇതൊരു കെണിയായിരുന്നു. നീ പറഞ്ഞത് വളരെ ശരിയാണ് മിങ്കു. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ശരി, നീ ശബ്ദം ഉണ്ടാക്കലേ, ഞാൻ നോക്കട്ടെ. ഇത് തുറക്കാൻ പറ്റുന്നില്ല. ഞാനിത് വലിച്ചു നോക്കട്ടെ. ഇത് അനങ്ങുന്നുണ്ട്. ശരി ടിങ്കു, ഞാൻ വലിക്കാം. നീ അപ്പോ പെട്ടെന്ന് ചാടണം കേട്ടോ. 1 2 3 ചാ ടിങ്കു. വേഗമാ, നമുക്ക് പോകാം. ഇനി മേലാൽ നീ മോഷണം നടത്തരുത് കേട്ടോ. അത് തെറ്റാണെന്ന് മാത്രമല്ല, അത് നമുക്ക് ആപത്തുമാണെന്നും നിനക്കിപ്പോ മനസ്സിലായില്ലേ? നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് തന്നെ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടും. ശരിയാ മിങ്കു, ഇനി മേലാൽ ഞാൻ മോഷ്ടിക്കില്ല. വാ, നമുക്ക് പോകാം. കൂട്ടുകാരെ, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ ഒരു സാധനങ്ങളും മോഷ്ടിക്കരുത് കേട്ടോ. മോഷ്ടിക്കുന്നത് തെറ്റാണ്. മാത്രമല്ല, മോഷ്ടിക്കുന്നത് ആരെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് തക്കതായ ശിക്ഷയും ലഭിക്കും. കണ്ടില്ലേ, വീട്ടുകാർ വെച്ച കെണിയിൽ ഞാൻ കുടുങ്ങിയത്. ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്.
അപ്പോ ശരി ഫ്രണ്ട്സ്, ഞങ്ങൾ പോവട്ടെ. ഞങ്ങളുടെ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. പിന്നെ എല്ലാവരും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു കഥയുമായി പിന്നെ കാണാം. ബൈ.